ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു നഴ്സിംഗ് റിലേറ്റഡ് വീഡിയോ ആണ്. ഇപ്പോഴും കുറേ പേര് ടെൻഷൻ അടിച്ചും അതുപോലെ തന്നെ ഇതുവരെ എന്തായി എന്നുള്ള കാര്യമൊക്കെ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം. അതായത് UK-ലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം. ഇപ്പം നഴ്സിംഗ് പഠിച്ചിറങ്ങിയവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ കയറിയവരായിരിക്കോട്ടെ, എല്ലാവരുടെയും തന്നെ ഒരു ടെൻഷനാണ്. കാരണം പലരും നമുക്ക് ഇപ്പം UK പോലുള്ള കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനാണ്, അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് പലരും നഴ്സിംഗ് കോഴ്സ് തിരഞ്ഞെടുത്തത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോൾ ഒരു ടെൻഷനാണ്, അയ്യോ ഇപ്പം UK-ലേക്കുള്ള നഴ്സിംഗ് നിർത്തിയോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളത്. അപ്പം അവർക്കൊക്കെ നമ്മൾ ഒരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ച് എന്താണ് ഇപ്പം ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുമ്പ് നമുക്കറിയാം കോവിഡ് ടൈമിലും അല്ലെങ്കിൽ ആ ഒരു കോവിഡിൻ്റെ ആ ഒരു കുറച്ച് മുമ്പ് വരെയൊക്കെ UK-ലേക്ക് ഭയങ്കര മാസമായിട്ട്, അതായത് ഒത്തിരി ക്വാണ്ടിറ്റി ഓഫ് നഴ്സസിനെ ഇവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി കോവിഡ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും അവർ എക്സ്പീരിയൻസ് ഒന്നും നോക്കുന്നില്ലായിരുന്നു. ഫ്രഷറായി ഇറങ്ങിയ നഴ്സസിനെ വരെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അതും വിത്തിൻ 3 months തന്നെ നമുക്ക് പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് UK-ലേക്ക് കയറി വരാൻ പറ്റുമായിരുന്നു. അപ്പോൾ UK എല്ലാവരും തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ ഈ ഒരു ഈസി പ്രോസസ്സിംഗ് ആണ്. കാരണം നമ്മളിപ്പോൾ പഠിച്ചിറങ്ങി OET അല്ലെങ്കിൽ IELTS പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ NMC ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം CBT ടെസ്റ്റ് പാസ്സായി COS കിട്ടി നമുക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കയറി വരാം. അങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു പ്രോസസ്സിങ്. അതുകൊണ്ടാണ് എല്ലാവരും UK-ലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ UK-ലേക്ക് പൊതുവെ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് വളരെ കുറഞ്ഞിരിക്കുവാണ്. കാരണം പല ട്രസ്റ്റുകളും ഇപ്പോൾ നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നില്ല. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഫ്രഷേഴ്സിനെ വരെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം മെല്ലെ മെല്ലെ അവർ അറ്റ്ലീസ്റ്റ് 6 months എക്സ്പീരിയൻസ് ഉള്ളവരെ റിക്രൂട്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അതല്ലാതെ ആ ഒരു സമയത്ത് നോർത്തേൺ അയർലൻഡ് ഏരിയയിൽ മാത്രമേ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷമൊക്കെ മെയിനായിട്ട് ഫ്രഷേഴ്സിന് എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് 6 months to 1 year എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഫ്രഷേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നില്ല. മെയിനായിട്ട് അറ്റ്ലീസ്റ്റ് 1 year എങ്കിലും അല്ലെങ്കിൽ 6 months എബോവ് എക്സ്പീരിയൻസ് ഉള്ളവരെയൊക്കെയാണ് ഇപ്പോൾ എടുക്കുന്നതും ഇപ്പോഴും വളരെ കുറവാണ്. മെയിൻലി ഈ ഒരു കഴിഞ്ഞൊരു ഫിനാൻഷ്യൽ ഇയറിൽ ചേഞ്ച് വന്നതോടുകൂടി കുറേ മാറ്റം വന്നു. പക്ഷേ ഈ ഒരു ഏപ്രിൽ തൊട്ട് ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ആയി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പല ട്രസ്റ്റുകളും വീണ്ടും റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ അവർ അറിയാൻ കഴിഞ്ഞ കാര്യം വെച്ചാൽ വെയിൽസിലേക്കൊക്കെ ഇപ്പോൾ മാസമായിട്ട് നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ വെയിൽസിലേക്ക് ഈ അടുത്തായിട്ട് റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും. മുമ്പത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പം COS കിട്ടിയവരുടെ വരെ അതിനുശേഷം നമുക്ക് ഫിനാൻഷ്യൽ ഇതില്ലാത്തത് കൊണ്ട് നിർത്തി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലർക്കും മെസ്സേജ് അല്ലെങ്കിൽ മെയിലൊക്കെ പോയിരുന്നു. ഇപ്പം ആ ഒരു ടൈമിൽ എല്ലാവരും ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. നമുക്ക് ഒരുപാട് പേര് ആ ടൈമിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമെന്ന് വെച്ചാൽ ഇപ്പോഴും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതായത് COS വരുന്നില്ല. സാധാരണ ഒരു നഴ്സിൻ്റെ COS വരാനായിട്ട് 3 to 4 weeks മാക്സിമം എടുക്കാറുണ്ട്. കാരണം എൻ്റെയൊക്കെ COS 1 month എടുത്തിട്ടാണ് വന്നത്. കാരണം അതാണ് നമ്മുടെ സ്പോൺസർഷിപ്പ് ലെറ്റർ. COS എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പാണ്. അപ്പം അത് സാധാരണ 3 to 4 weeks എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 3 months ആയിട്ട് പോലും COS വന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് വെയിറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു ടൈമിൽ എല്ലായിടത്തെയും പ്രോസസ്സിങ് കുറവ്. അതായത് നമുക്കറിയാം ഒരു കെയറർ വിസയുടെയൊക്കെ ആ ഒരു സംഭവം വന്നതിന് ശേഷം എല്ലായിടത്തെയും പ്രോസസ്സിങ്, അതായത് എല്ലാ റിക്രൂട്ട്മെൻറ്റും ടോട്ടലി ഒന്ന് ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും നഴ്സിങ്ങിൻ്റെ ആ ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ എസ്പെഷ്യലി എക്സ്പീരിയൻസ് ഉള്ളവരെയും അതുപോലെ തന്നെ OET IELTS പാസ്സായവരെല്ലാമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നമുക്കറിയാം OETയുടെ ഒരു പ്രശ്നം വന്നിരുന്നു. കാരണം ഇപ്പോൾ മെയിനായിട്ട് ഇന്ത്യക്കാരല്ല, പക്ഷേ ഇന്ത്യൻ നഴ്സസും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മെയിനായിട്ട് ഈ നൈജീരിയൻ അല്ലെങ്കിൽ ഗാന ആ ഒരു സൈഡിൽ നിന്നൊക്കെ വരുന്നവർ OET ഫേക്ക് സർട്ടിഫിക്കറ്റ് ആക്കി വരുന്നു എന്നുള്ളൊരു പ്രശ്നം പുതിയതായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ ഇപ്പം അതിനെല്ലാവരും അവരെ എല്ലാം ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. പലരെയും തിരിച്ചു വിടാൻ വേണ്ടി നിൽക്കുവാണെന്നൊക്കെയുള്ള പല ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നുകൊണ്ട് തന്നെ പലരെ ഉള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. കാരണം OET അല്ലെങ്കിൽ IELTS എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു എക്സാമാണ്. അപ്പോൾ അതിൽ വരെ ഫേക്ക് സർട്ടിഫിക്കറ്റ് ആക്കി പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. കാരണം ഇത് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായവർ വന്നവരെ കൂടി ഒരു ചോദ്യമുനയിൽ നിർത്തുന്നത്. കാരണം ഇനിയിപ്പോൾ ഇവളും ഇങ്ങനെ വന്നതായിരിക്കുമോ എന്നുള്ളൊരു ചിന്ത വരെ മറ്റുള്ളവർക്ക് വന്നു പോകും. കാരണം എസ്പെഷ്യലി ഇവിടെ ഉള്ളവർക്ക്, ഇവിടെ ബ്രിട്ടീഷ് പീപ്പിൾസിന് നമ്മൾ അവരോട് വർക്ക് ചെയ്യുമ്പോൾ ഇനി അവർക്കും ഇങ്ങനത്തെ ന്യൂസൊക്കെ അറിയുമ്പം ഇനി ഇവരും ഇങ്ങനെ വന്നതായിരിക്കും, ഒറിജിനലി പാസ്സായി വന്നതാണെന്നൊക്കെയുള്ളൊരു ഇത് വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടും ഇനിയിപ്പം റിക്രൂട്ട്മെൻറ്റ് ചിലപ്പം കുറച്ച് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പറയാനുള്ളത്, റിക്രൂട്ട്മെൻറ്റ് എന്താണെങ്കിലും അവർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം UK-യിൽ ഇപ്പോഴും നഴ്സസിന് ഒരുപാട് വേക്കൻസീസ് ഉണ്ട്.
അതിനുള്ള മെയിൻ കാരണം നമുക്കറിയാം, നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ വിചാരിക്കും ഇവർ ഇത്രയും നഴ്സസിനെ റിക്രൂട്ട് ചെയ്തിട്ട് ഇനിയും വേക്കൻസീസ് ഒന്ന്. കാരണം ഇവിടെ വന്നവരിൽ ഇപ്പം മലയാളീസ് തന്നെ നമുക്കറിയാം, എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ എനിക്കറിയാം, ഇവിടെ വന്നിട്ട് ഇവിടുന്ന് മറ്റ് രാജ്യത്തോട്ട് പോകാനായിട്ടാണ് അവർ മെയിനായിട്ട് യുകെനെ യൂസ് ചെയ്യുന്നത്. അതായത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണ്. അവർക്കെല്ലാം മെയിനായിട്ട് അവരുടെ ഡ്രീം കൺട്രി മറ്റൊരു രാജ്യമായിരിക്കും. അപ്പോൾ അവരുടെ OET അല്ലെങ്കിൽ IELTSൻ്റെ വാലിഡിറ്റി കഴിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ടൈം അത് പാസ്സായപ്പോൾ മെയിനായിട്ട് എങ്ങോട്ടേക്കാണോ ഈസി ആയിട്ട് പോകാൻ പറ്റുന്നത് അവിടേക്ക് വന്നിട്ട് പിന്നെ ഇവിടുന്ന് അവർ മറ്റ് കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ഡ്രീം കൺട്രി ഏതാണ്, നമ്മൾ അങ്ങോട്ടേക്കല്ലേ പോകാൻ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പലരും ഇവിടെ നിന്ന് അങ്ങനെ പോകുന്നത് കൊണ്ട് ഇവിടെ ഇപ്പോഴും വേക്കൻസീസ് അതുപോലെ തന്നെ നിലനിൽക്കുവാണ്. ഇപ്പോൾ ഒരു 100 പേരെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏകദേശം 30 അല്ലെങ്കിൽ 40 പേരും മറ്റ് കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രസ്റ്റ് ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും വേക്കൻസീസ് അങ്ങനെ കൂടുന്നു. പിന്നെ ആൾക്കാർ റിട്ടയർഡായി പോകുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ റിട്ടയർഡ് ആവുന്നുണ്ട്. പിന്നെ ഇപ്പം റിക്രൂട്ട്മെൻറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ കൂടെ ഇവർ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് മാക്സിമം ഇവിടെയുള്ള ആൾക്കാരെ, ഓൾറെഡി UK-യിലുള്ള ആൾക്കാരെ നഴ്സിംഗ് പോലെയുള്ള കോഴ്സസ് തിരഞ്ഞെടുക്കാൻ വേണ്ടി അവർ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നഴ്സിംഗ് അസോസിയേറ്റ് ലെവലിലുള്ള കോഴ്സസ്, അല്ലെങ്കിൽ നഴ്സിംഗ് മിഡ്വൈഫറി കോഴ്സസ്, അങ്ങനെയുള്ള കോഴ്സസ് തിരഞ്ഞെടുത്ത് ഇവരെ തന്നെ കൂടുതലും ഒരു നഴ്സിങ്ങിലോട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും റിക്രൂട്ട്മെൻറ്റ് കുറച്ച് ഡിലേ ആവുന്നുണ്ട്, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് അവർ മാക്സിമം കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. അതായത് ഒരു നഴ്സിനെ കൊണ്ടുവരുമ്പോൾ ഒരു ട്രസ്റ്റിന് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി അതിനുവേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു UK നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ അവർക്ക് എല്ലാം ഫ്രീ ആയിട്ടാണ് ഒരു നഴ്സിന് കൊടുക്കുന്നത്. നമ്മൾ OET എഴുതാൻ അല്ലെങ്കിൽ IELTS എഴുതാൻ ചിലവാക്കുന്ന പൈസ, നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, എല്ലാത്തിൻ്റെയും പൈസ അവർ നമുക്ക് തരുന്നുണ്ട്. തിരിച്ച് റിട്ടേൺ തന്നിട്ടാണ് അവർ നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒത്തിരി എമൗണ്ട് ഇതിൻ്റെ പേരിൽ അവർ ഒരു നഴ്സിന് വേണ്ടി അവർ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ റിക്രൂട്ട്മെൻറ്റ് നിർത്തി ഇനി എന്ത് ചെയ്യുമെന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവർ റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ്ലി അവർ ഷട്ട് ഡൗൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ടോ ഇല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക ഒരു 4th ഇയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കയറി എക്സ്പീരിയൻസ് ആക്കാൻ നോക്കുക. അതിന് ശേഷം അല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ OET IELTS എഴുതി ക്ലിയർ ചെയ്യുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വർക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു OET അല്ലെങ്കിൽ IELTS പാസ്സാകുന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നതാണ് കേട്ടോ. ഞാനൊരു തവണ ട്രൈ ചെയ്തിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ OET പഠിക്കാനായിട്ട്. പക്ഷേ അന്നേരം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. കാരണം ഒന്നാമത് നമുക്ക് വർക്കിൻ്റെ പ്രഷറുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ വന്ന് ക്ലാസ്സിന് പോയി, പിന്നെ ഇത് വന്ന് നൈറ്റ് ഇരുന്ന് പഠിച്ച്, അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്തതിന് ശേഷം ഫ്രീ ടൈം ഉണ്ടായിരുന്ന ആ ഒരു പീരീഡിൽ ഞാൻ OET പഠിച്ച് പാസ്സായി വരുവാണ് ചെയ്തത്. അപ്പം ഒന്നെങ്കിലും നമുക്ക് നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്നതിന് ഉടനെ തന്നെ നമുക്ക് OET അല്ലെങ്കിൽ IELTS ഒരു 2 മന്ത് അല്ലെങ്കിൽ 3 മന്ത് കോഴ്സിന് പോയിട്ട് അത് പാസ്സായി അവിടെ വെക്കുക. കാരണം വാലിഡിറ്റി OET സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി 2 ഇയർ ഉണ്ട്. അപ്പം ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇമ്മീഡിയറ്റ്ലി എക്സാം പാസ്സായതിന് ശേഷം നമ്മൾ ഉടനെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടി കയറുക. എക്സ്പീരിയൻസ് ആക്കി ഒരു 7 മന്ത് 8 മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പതിയെ NMC ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങുക. അതപ്പോൾ നമുക്ക് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു സാലറി നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ ഒരു ഗ്യാപ്പ് കാണിക്കാനും നമുക്ക് ആവശ്യം വരത്തില്ല. നമുക്കിതിൻ്റെ കൂടെ തന്നെ ആ പ്രോസസ്സിങ് ചെയ്തു പോകാം. കാരണം OET അല്ലെങ്കിൽ IELTS എന്നുള്ളൊരു വലിയ കടമ്പ കഴിഞ്ഞ് കിട്ടിയാൽ ബാക്കി പ്രോസസ്സിങ് എല്ലാം ഈസിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ NMCയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. പാസ്സായി തുടങ്ങിയതിന് ശേഷം പാസ്സായെങ്കിൽ അല്ലെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്ക് CBT എക്സാമിന് വേണ്ടി ഡേറ്റ് എടുക്കാം. CBC ഈസി എക്സാമാണ്. CBTക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. OET ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒന്നുമില്ല. CBT ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ CBT എക്സാം പാസ്സാവുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ അങ്ങനത്തെ കൺട്രീസിലേക്കേ പോകുന്നെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് എടുത്തിട്ട് OET അല്ലെങ്കിൽ IELTS എക്സാം പാസ്സായാൽ മതി. കാരണം ഓസ്ട്രേലിയയിലേക്കുള്ള പ്രോസസ്സിങ് ചില സമയത്ത് ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ UK-ലേക്കാണെങ്കിൽ ആദ്യത്തെ ഒരു സാഹചര്യത്തിൽ 3 മന്തിലാകുമായിരുന്നു. ഇപ്പോൾ അത് 6 മന്തൊക്കെ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലരും ഇൻ്റർവ്യൂസ് കുറച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത് വെയിൽസിലേക്കുള്ള ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നോർത്തേൺ അയർലൻഡ് ഏരിയയിലോട്ടൊക്കെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏജൻസീസിനെ കോൺടാക്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ വേക്കൻസീസ് വരുമ്പോൾ അത് നോക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓസ്ട്രേലിയക്കൊക്കെ അല്ലെങ്കിൽ അയർലൻഡ് പോലുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ സ്റ്റിൽ വർക്കിംഗ്, ഓസ്ട്രേലിയ അല്ല അയർലൻഡിലേക്കാണെങ്കിൽ സ്റ്റിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ അതായത് നിങ്ങൾ ജോലിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ OET എഴുതി അതിൻ്റെ കൂടെ നിൽക്കുക. കാരണം 2 ഇയറിനുള്ളിൽ ഇതിൻ്റെ വാലിഡിറ്റി തീർന്നു പോകും.
അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം UK വരുന്നവരുടെ കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഇറങ്ങിയ പാടെ OET പഠിച്ച് പിന്നെ എക്സ്പീരിയൻസ് ആക്കാൻ വന്നതിന് കുഴപ്പമില്ല. കാരണം ഇവിടെ പെട്ടെന്ന് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ അതേസമയം അയർലൻഡിലോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്റ്റിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. മാത്രമല്ല അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ് കുറേ ടൈം എടുക്കുന്നുണ്ട്. UK പോലുള്ള ഈസി ആയിട്ട് അയർലൻഡിലേക്ക് വരാൻ പറ്റില്ല. അവിടെ മുമ്പേ തന്നെ ഒരു 6 months 8 months ഒക്കെ പ്രോസസ്സിങ് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എല്ലാവരും ഇതിനുവേണ്ടി ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ OET IELTS ഒക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞങ്ങളിതൊരു ചെറിയ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ചെയ്തതേ ഉള്ളൂ. ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ OET അല്ലെങ്കിൽ IELTSന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക, പഠിച്ച് എക്സാം പാസ്സാകുക. അതിനുശേഷം എന്താണെങ്കിലും 2 വർഷം നമുക്കറിയാം OETക്ക് വാലിഡിറ്റി 2 year ഉണ്ട്. അത്ര നാളൊന്നും എന്താണെങ്കിലും ഈ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഇത് ഇങ്ങനെ നിൽക്കത്തില്ല. കാരണം ഇവിടെ നഴ്സസിന് അത്രമാത്രം വേക്കൻസീസ് ഉണ്ട്. ഇവർ മെയിനായിട്ട് നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നത് ഈ NHSൽ ഒരു വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിന് ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. കാരണം NHSൽ ഇപ്പോഴും ഒരുപാട് പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഇത് ഇപ്പോഴും നിലനിൽക്കുന്നിടത്തോളം കാലം അതുപോലെ തന്നെ ഇവിടേക്ക് റിക്രൂട്ട് ചെയ്ത് വരുന്ന നഴ്സസ് ഇപ്പോഴും ഒരുപാട് പേര് മറ്റ് കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ആയി പോകുന്നുണ്ട്. ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 അല്ലെങ്കിൽ 30% കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നവർ മറ്റു കൺട്രീസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണെങ്കിലും വേക്കൻസീസ് ഇനി കൂടിക്കൂടി വരുവേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും UK കംപ്ലീറ്റ് ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുമൊന്നുമില്ല, അതുപോലെ ചെയ്തിട്ടുമില്ല. ഇപ്പോഴും പല ട്രസ്റ്റ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത പല ട്രസ്റ്റുകളും മെല്ലെ പല കൺട്രീസിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എഗെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും പ്രതീക്ഷയൊന്നും കൈവിടാതെ പഠിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നഴ്സിംഗ് പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണം. നിങ്ങളിപ്പോൾ നഴ്സിംഗ് പഠിച്ച് പാസ്സാവുക. അതിനുശേഷം OET അല്ലെങ്കിൽ IELTS പാസ്സായി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആക്കി ഇങ്ങോട്ടേക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് വരാം. ഓക്കെ, അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും റിലീഫ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.